ഇന്നത്തെ നമ്മുടെ ഐറ്റം എഗ് പപ്സ് ആണ് കേട്ടോ. വൈകുന്നേരത്തെ ചായക്കൊപ്പം ഒരു മുട്ട പപ്സ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത മലയാളികളുണ്ടോ? പഫ് പേസ്റ്റ് റെഡിമെയ്ഡ് ആയിട്ട് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നത് കൊണ്ട് പപ്സ് ഉണ്ടാക്കുന്നത് ഒരു ടാസ്കേ അല്ല. മൈദയിൽ ഉപ്പ്, വെണ്ണ അല്ലെങ്കിൽ നെയ്യ്, വെള്ളം എന്നിവ ചേർത്ത് കുഴച്ചെടുക്കുന്ന മാവിൽ നിന്നും ചെറിയ ലെയറുകളായി പരത്തിയെടുക്കുന്ന സ്ക്വയർ ഷീറ്റുകളാണ് കേട്ടോ ഈ പഫ് പേസ്ട്രി. ഇത്തരത്തിൽ പഫ് പേസ്റ്റുകൾ ആദ്യമായി തയ്യാറാക്കിയത് ഫ്രാൻസിൽ നിന്നാണെന്നാണ് അറിവ്. വിവിധ രാജ്യങ്ങളിൽ വിവിധ തരം പഫ് പേസ്റ്റുകൾ നിലവിലുണ്ട് കേട്ടോ. രുചിയേറുന്നൊരു മുട്ട പപ്സ് ലെമൻ്റെയോ ചായയുടെയോ കൂടെ കഴിക്കുമ്പോൾ നമ്മൾ ഇതിന് അതെല്ലാം ഓർക്കണം അല്ലേ? എന്തായാലും എൻ്റെ മുട്ട പപ്സ് ദേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലെയർ ചെയ്ത് വെച്ചിരിക്കുന്ന പഫ് പേസ്റ്റിയുടെ മുകളിലേക്ക് എഗ് വാഷ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒരു 20 മിനിറ്റ്സ് ആകുമ്പോഴേക്കും ദേ സുന്ദര കുട്ടന്മാരായ പപ്സ് റെഡി. ബൈ ബൈ.